സ്വന്തമായി കെട്ടിടം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നിരാകാര സമരവുമായി മലപ്പുറം മഞ്ചേരി നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ രംഗത്ത് വന്നിരിക്കുന്നു. നഴ്സിംഗ് കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ സമരത്തിൽ പങ്കെടുക്കുന്നതാണ് പ്രധാന വിവരം. കെട്ടിടമില്ലെങ്കിൽ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരത്തെ ബാധിക്കുമെന്നാണ് വിദ്യാർത്ഥികളുടെ ആശങ്ക. ഈ സമരത്തിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടുത്തെ മുഴുവൻ കുട്ടികളും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു. ഒരു വളരെ ആവേശത്തോടാണ്. നഴ്സിംഗ് കൗൺസിൽ അംഗീകാരം കിട്ടിയില്ലെങ്കിൽ കുട്ടികളുടെ സർട്ടിഫിക്കറ്റിന് വിലയില്ലാതാകുമല്ലോ. ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്നു മലപ്പുറത്ത് നിന്ന്. ഗൂഗിൾ, ഈ പ്രതിഷേധത്തിൻ്റെ യഥാർത്ഥ കാരണം എന്തൊക്കെയാണ്? 2022 മഞ്ചേരിയിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രാബല്യത്തിൽ വരുന്നത്. 4 ബാച്ചുകളിലെ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 240ഓളം വിദ്യാർത്ഥികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് എന്നുള്ളതാണ് അവരുടെ ഈ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവരിപ്പോൾ പഠിക്കുന്നത് MBBSന്റെ ബിൽഡിങ്ങിലാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഇവർക്ക് കഴിയാൻ അവർക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങളില്ല. MBBSന്റെ ഹോസ്റ്റലിൽ തന്നെയാണ് ഇവരിപ്പോൾ കഴിയുകയും ചെയ്യുന്നത്. അവസാന വർഷമായി വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ, അതായത് 2026 അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ പുറമെ വലിയ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ലാബ് ഫെസിലിറ്റികൾ ഇല്ല എന്നുള്ളതൊക്കെയാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക, ഈ നഴ്സിംഗ് കോളേജ് നിലവിൽ വന്ന് 4 വർഷമാകുമ്പോഴും കെട്ടിടം വന്നില്ല എങ്കിൽ അവർക്ക് നഴ്സിംഗ് കൗൺസിലിന്റെ സർട്ടിഫിക്കേഷൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അവരിൽ നിന്ന് തന്നെ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ തേടാം. നിങ്ങളുടെ ഈ പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? ഞങ്ങൾ 4 വർഷം ഇവിടെ തുടങ്ങിയിട്ട് ഇതുവരെ ഞങ്ങൾക്ക് ഒരു കോളേജോ ഒരു ഹോസ്റ്റലോ ഒരു നല്ല കെട്ടിടമോ പോലും ഇല്ല. ഞങ്ങൾക്ക് MBBS അനുവദിച്ചു തന്ന ഒരു 2 ക്ലാസ് മുറികളിലാണ് 4 ബാച്ചുകൾ നിൽക്കുന്നത്. 2022 മുതൽ അന്നുള്ള എല്ലാ മന്ത്രിമാർക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അടക്കി നിർത്തിയിട്ടുള്ളൂ. ഇതിന് മുന്നേ സമരം തുടങ്ങേണ്ടതായിരുന്നു. അപ്പോഴും ഓരോ അധികാരികളും നിങ്ങൾക്കിത് തരുമെന്ന് പറഞ്ഞ് ഞങ്ങളെ നിർത്തി. ഒരു ഹോസ്റ്റലില്ല. ആ ഹോസ്റ്റലാണെങ്കിൽ 6 പേരാണ് ഒരു മുറിയിൽ. ഞങ്ങൾക്ക് എഴുതാനാണ് ഒരുപാടുള്ളത്. എഴുതാനുള്ള ഒരു സൗകര്യമില്ല, ഒരു ചെയർ ഇല്ല, ഒരു കട്ടിൽ പോലും ഇല്ല. പിന്നെ ഞങ്ങൾക്കുള്ളത് ഓരോ ലാബുകളാണ്. എല്ലാ സബ്ജക്റ്റുകളും 6-7 സ്പെഷ്യാലിറ്റി സബ്ജക്റ്റുകളാണ് പഠിക്കുന്നത്. ഓരോ സ്പെഷ്യാലിറ്റി സബ്ജക്റ്റിനും ഓരോ ലാബ് വീതം വേണം. ഞങ്ങൾക്ക് 6 സ്പെഷ്യാലിറ്റി സബ്ജക്റ്റുകളും ഒരൊറ്റ ലാബാണുള്ളത്. അതൊരു കുഞ്ഞുമുറി. ആ കുഞ്ഞുമുറിയിൽ ഒരു ഫാനില്ല, ലൈറ്റില്ല, എല്ലാവരും ചൂടുകൊണ്ടാണ് നിൽക്കുന്നത്. ഒരു 10 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്ന റേഷ്യാണ് നമുക്ക് വേണ്ടത്. ഞങ്ങൾ 240ഓളം കുട്ടികളുണ്ട്. 24 ടീച്ചേഴ്സ് എങ്കിലും വേണം. ഞങ്ങൾക്ക് ഇവിടെ പെർമനന്റ് ആയിട്ടുള്ളത് പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും കൂടി ആകെ 7 പേര് പെർമനന്റ് ടീച്ചേഴ്സ് ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് വരുമ്പോൾ ആ സബ്ജക്റ്റിന് അന്നേരം ഒരു ഇന്റർവ്യൂ നടത്തി ഒരു ടീച്ചറിനെ പെട്ടെന്ന് കയറ്റുകയാണ്. പിന്നെ MSc കഴിഞ്ഞവർക്ക് ബോണ്ട് നിർത്തുകയും പിന്നെ ആ സമയത്ത് കിട്ടുന്ന അല്ലെങ്കിൽ വേറെ ഗവൺമെന്റ് കോളേജുകളിൽ നിന്ന് 6 മാസത്തേക്ക് ബോണ്ടായിട്ട് വേറെ ടീച്ചേഴ്സിനെ വിളിച്ച് അന്നേരം ഒരു 6 മാസം നിർത്തി പോകും. ഇത് ഞങ്ങൾ എത്ര നാൾ തുടരണമെന്നാണ് ഇവർ പറയണത്. എത്ര മന്ത്രിമാരെ കണ്ടു, എത്ര ലെറ്റർ കൊടുത്തു, എത്ര നാൾ നമ്മൾ ഇത് നീണ്ടു നിർത്തും? ഈ കുട്ടികളൊക്കെ ഈ ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ചുകാർ, അതായത് 2022 തുടങ്ങിയ കാര്യം ഇറങ്ങാറായി. ഒക്ടോബർ ആകുമ്പോൾ അവരിറങ്ങും. അപ്പൊ വീണ്ടും പുതിയ ബാച്ചുകൾ വന്നുകൊണ്ടിരിക്കും. അവരെല്ലാം ഈ 2 മുറികളിലോ ഒതുങ്ങി കൂടണമെന്നാണ് പറയുന്നത്. ഇതുവരെ ഞങ്ങൾക്കൊരു ബസ്സില്ല. കമ്മ്യൂണിറ്റിക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഫീൽഡുകളിൽ പോകണം. ഓരോ കാവന്നൂര് അങ്ങനെ കുറെ ഫീൽഡുകളിൽ പോകണം. അതിന് ഞങ്ങൾക്ക് ഇവർ തന്നത് KSRTC ബസ്സാണ്, സ്പെഷ്യലി ചാർട്ടേഡ് KSRTC ബസ്സും. അപ്പൊ ആ ബസ്സിന് ഞങ്ങളുടെ കോളേജുകാർ റെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അടയ്ക്കുന്ന വാൻ ഫീസും ഞങ്ങൾ അടയ്ക്കുന്ന ഫീസൊക്കെ എന്തിനാണ്? എത്ര ഫീസാണ് ഞങ്ങൾ അടയ്ക്കുന്നുണ്ട്? അതേ ഫീസ് തന്നെയാണ് ഞങ്ങളും അടയ്ക്കുന്നത്. ഈ കേവലം 233 വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജിൽ വെറും പ്രിൻസിപ്പൽ വിവരങ്ങൾ നൽകിയത്. സ്വന്തമായി കെട്ടിടം അനുവദിക്കണം ആവശ്യപ്പെട്ടായിട്ടാണ് ഈ പെൺകുട്ടികൾ സമരം നടന്ന മഞ്ചേരി നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. അവർ പറയുന്ന അവിടെ പരിമിതികൾ മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഈ കുട്ടികൾ അവിടെ പഠിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും നഴ്സിംഗ് കൗൺസിൽ അംഗീകാരം കിട്ടണമെങ്കിൽ കെട്ടിടം വേണം. അതും കുട്ടികൾക്കൊരു ആശങ്കയാകും. ഇവരുടെ ആശങ്ക പരിഹരിക്കാൻ കഴിയട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.